ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 81 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഇപ്പം ചിന്തിക്കുന്നത് ത്രിതല സ്വർഗം അല്ലെങ്കിൽ 3 സ്വർഗം. ഒന്നാം സ്വർഗത്തെ പറ്റിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാപ്രവചനം 14 അധ്യായം 12. അവിടെ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്നും വീണു? നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? ഇവന് കൊടുത്തിരുന്ന സ്ഥലമൊന്ന് നോക്കിയാൽ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. പക്ഷേ ലൂസിഫേറിന്റെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറഞ്ഞു. അവൻ മേഘോന്നതങ്ങളുടെ മീതെ കയറും. ഞാൻ അത്യുന്നതനോടെ സമനാകും. അവൻ വെട്ടേറ്റു താഴെ വീണു. അവന്റെ വാസസ്ഥലം നഷ്ടപ്പെട്ടു. അവരാണിപ്പോൾ ആകാശമണ്ഡലത്തിലെ വാസം ചെയ്യുന്നത്. ഇനി വേറൊരു ഗ്രൂപ്പ് ദൂതന്മാരുണ്ടായിരുന്നു. അവരും യൂദായുടെ ലേഖനം 1 അധ്യായമുള്ളൂ, 9 വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ ഒരു ഭയങ്കരന്മാരായിരുന്നു. അവരെ ചിന്തിക്കാൻ പറ്റാത്തവരായിരുന്നു. മഹാദിവസത്തെ ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവരുടെ പാപം മഹാപാപമായിരുന്നു. സോദോം ഗോമോറയ്ക്ക് സമമായ പാപമായിരുന്നു. നമ്മൾ ഇന്ന് നോക്കിയാൽ അതേ പാപമാണ് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സോദോം ഗോമോറയ്ക്ക് സമമായ പാപമാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാച് ചെയ്യുന്ന അതിപ്രധാനമായ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളെ തെറ്റിക്കും. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 9 വാക്യം. രണ്ടാമത്, വഞ്ചിക്കും. വെളിപ്പാട് 20:3 വാക്യം. മൂന്നാമത്തേത്, വശീകരിക്കും. വെളിപ്പാട് 20:8. ഈ 3 പ്രയോഗമാണ് നമ്മളെ തകർക്കാൻ പിശാചിന്റെ ആയുധങ്ങൾ. നാം വിചാരിക്കുന്നു ഏതോ വലിയ ആയുധങ്ങൾ കൊണ്ടായിരിക്കാം നമ്മളെ തകർക്കുന്നത്. അത് നമ്മളെ തെറ്റിക്കും, വഞ്ചിക്കും, വശീകരിക്കും. നമ്മളെ തെറ്റിക്കുന്നത് സുവിശേഷ വേലക്കാരുടെ വേഷം കെട്ടി ജനത്തിനു മുമ്പിൽ കൃപാവര പ്രാപ്തന്മാരാന്ന് തെളിയിക്കുന്ന ചിലരിലൂടെയാണ് ദൈവജനത്തെ തെറ്റിക്കുന്നത്. വ്യാജന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇത് പറയാതിരിക്കാൻ തരമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. കേരളത്തിലെ കൊട്ടാരക്കരയിലെ ഒരാളിൻ്റെ പ്രസ്താവന കേട്ടാൽ ഞെട്ടിപ്പോകും. അദ്ദേഹത്തിൻ്റെ ഫോണിലൂടെ ദൈവം സംസാരിച്ചു എന്ന്. ആ ശബ്ദം ലോക ജനതയെ കേൾപ്പിച്ചു. സത്യമോ? വ്യാജം, വ്യാജം, വ്യാജം തന്നെ.
നമ്മുടെ എത്രയോ ആയിരം ദൈവദാസന്മാർ കഷ്ടതയുടെ കഠിന ശോധനയെടുക്ക് പോകുന്നു. ഒരു നേരത്തെ ആഹാരമില്ലാതെ വലയുന്ന ഒരുപാട് ദൈവദാസന്മാർ നോർത്ത് ഇന്ത്യയിലുണ്ട്. അവരെ ഓടിക്കുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. അവരുടെ ഫോണിലൂടെ ഒന്നും ദൈവം സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ കേൾക്കണം. ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി അവരുടെ രോഗങ്ങൾ മാറ്റട്ടെ. ഞാൻ പറഞ്ഞാൽ വീസ ലഭിക്കും, പിന്നെ എംബസിയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ അനിങ്കര സ്റ്റോപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ ശാപം വരും. നല്ലതുപോലെ വചനമറിയാവുന്ന കേരളക്കരയിലെ ആളുകൾ ഈ വാക്കുകളാൽ തെറ്റിപ്പോകുന്ന ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി പോയിട്ടുള്ളവരിലെ നല്ലൊരു ഭാഗം ആളുകളും കേരളത്തിലെ ഉണർവിനാൽ പരിശുദ്ധാത്മാവിന് ശക്തിയോടുകൂടിയാണ് അവർ നോർത്ത് ഇന്ത്യ മാത്രമല്ല നേപ്പാളിൽ വരെയും എത്തിച്ചേരുവാൻ ഇടയായി തീർന്നത്. ആ കേരളത്തിലെ ഈ ദുരുപദേശങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത് മഹാപാപമാണെന്ന് ഈ ക്ലാസിന്റെ ഒരു ഭാഗത്ത് ഓർപ്പിച്ചുകൊള്ളുന്നു. ഇതെല്ലാം ലൂസിഫേറിന്റെ ആത്മാവിനാൽ വ്യാപരിക്കുന്നതാണെന്ന് ജനം മനസ്സിലായില്ലെങ്കിൽ അവൻ നമ്മളെ തെറ്റിക്കും, വഞ്ചിക്കും, വശീകരിക്കും. ഇനി ദുരുപദേശത്തെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 100% അല്ലെങ്കിലും ഒരു നല്ല ശതമാനം ദുരുപദേശവും കേരളത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഞാൻ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം, ദൈവമക്കൾ ഈ കാലയളവിൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. അനേകരെ ഞാൻ ക്രിസ്തുവാണെന്നും പറഞ്ഞ് നമ്മളെ തെറ്റിക്കുവാൻ കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും ഈ കേരളത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. ദൈവജനം ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഉണർവുകൾ വചനപ്രകാരമാണോ വചനവിരുദ്ധമാണോ എന്ന് നമ്മൾ സ്വയം ശോധന ചെയ്യേണ്ടത് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊള്ളുന്നു. ഞാനെന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ആ ഉണർവിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവാൻ നല്ലൊരു അവസരമാണ്. യേശു വരാറായി. നമുക്ക് പോകുവാൻ തയ്യാറാകുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.